ചൂട് ഹോട്ട് ലിയോ ഹോട്ട്. ലിയോ ലോർഡ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെ ഗ്ലോറിയസ് കിച്ചണിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുക. ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു ബീഫ് ബ്രിസ്ക്കറ്റ് വെച്ചുള്ളൊരു ബിരിയാണിയാണ്. അപ്പോൾ അത് ഇവിടെ വന്ന് കഴിച്ചിട്ടുള്ളവർക്കൊക്കെ ഇതിൻ്റെ റെസിപ്പി വേണം. അപ്പോൾ അതുകൊണ്ട് അതൊന്നുണ്ടാക്കി അവർക്കും കൂടെ വേണ്ടിയിട്ട് ഇടാമെന്ന് വിചാരിച്ചതാണ്. ബ്രിസ്ക്കറ്റ് പീസ് ഇത് ഈ ബീഫിൻ്റെ ഒക്കെ ഈ ചെസ്റ്റ് ഭാഗത്തുള്ളതാണ്. ഞാനും ഇത് ആദ്യമൊന്നും ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് കഴിച്ചപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ട് തോന്നി. ഞാൻ സാധാരണ ബീഫൊന്നും അങ്ങനെ കഴിക്കാറില്ല, പക്ഷേ ഇത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ബിരിയാണി ഉണ്ടാക്കാൻ ഒത്തിരി നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും ഊണും എല്ലാം കഴിഞ്ഞ് വെജിറ്റേറിയൻ ഊണ് കഴിഞ്ഞിട്ട് നല്ലൊരു ബിരിയാണി വിഭവമാകട്ടെ. അപ്പോൾ ഇത് നമുക്കിനി ഒന്ന് കട്ട് ചെയ്തെടുക്കാം, വലിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് ഏകദേശം ഒരു 2 കിലോയോളം ഉള്ളതാണ്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യാം. ഇത് ഇതുപോലെ വലിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുള്ള പീസുകളായിട്ട് നമുക്കിത് മുറിച്ചെടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം ഇങ്ങനെ ഇതുപോലെ വലിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ നമ്മൾ വേവിക്കുമ്പോൾ ഇതങ്ങനെ അങ്ങ് ഉരുകി അങ്ങനെ പോവില്ല കേട്ടോ. അപ്പോൾ കഷ്ണങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത് നല്ലപോലെ ഞാൻ ഉപ്പിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക്ക്. ആ കൂടെ ലിയോ മാറി നിൽക്ക. അതുപോലെ നല്ല അധികം പുളിയില്ലാത്ത കട്ടത്തൈര്. ഇത് ഞാനിവിടെ ഉറയൊഴിച്ച് വെച്ചിരിക്കുന്ന കട്ടത്തൈരാണ്. അപ്പോൾ ഇതൊരു 1/2 കപ്പ് കട്ടത്തൈര് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്നങ്ങ് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ കുറച്ച് സമയം മാരിനേറ്റ് ചെയ്ത് ഒന്നുകിൽ ഫ്രിഡ്ജിനകത്ത് വയ്ക്കണേ അങ്ങനെ വയ്ക്കാം. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ തന്നെ ഉണ്ടാക്കാനാണെങ്കിൽ ഒരു മണിക്കൂറൊക്കെ പുറത്തൊന്നിരുന്നാൽ മതി. എന്നിട്ട് നമുക്കുണ്ടാക്കാം. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്യാൻ ഇരിക്കട്ടെ. കുറച്ച് സമയം ഇരിക്കുന്ന സമയത്തിന് ഉള്ളി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് അരിഞ്ഞ് ചതച്ചൊക്കെ എടുക്കണം. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇവിടെ ഞാൻ ഇതിനെല്ലാം ചതച്ചെടുക്കാനായിട്ട് ഇതൊരു 500 ഗ്രാം ഉള്ളിയുണ്ട്. സവോള ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ആ ചെറിയ ഉള്ളി ഇവിടെ കുറച്ച് ഇടുന്ന ഒത്തിരി നല്ലതാണ്. ഇവിടെ ഇപ്പം അതില്ല. പിന്നെ നല്ലൊരു ഒരു കഷ്ണം നല്ലൊരു മുഴുത്ത ഇഞ്ചി ഉണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, വലിയ കഷ്ണങ്ങളാണ് ഇത്. 8-9 കഷ്ണമുണ്ട്. ഇത് വലിയ വെളുത്തുള്ളി. പിന്നെ പച്ചമുളക് അവരവരുടെ ആവശ്യത്തിന്. ഇവിടെ ഇത്തിരി എരിവ് ഇടുന്നുണ്ട്, അപ്പോൾ അതിനാവശ്യത്തിനുള്ളത്. പിന്നെ ഒരു 4 വലിയ തക്കാളി, മല്ലിയില, പുതിനയില. അപ്പോൾ ഇതെല്ലാം ഒന്ന് അരിഞ്ഞ്, ഉള്ളി ഞാൻ ഓൾറെഡി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. ഞാൻ എൻ്റെ നേരത്തെയുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ അത് കാണാത്തവർക്കും അറിയാത്തവർക്കും ഇത് ചതച്ചെടുക്കാൻ എളുപ്പത്തിനായിട്ട് ഞാൻ കാണിച്ചു തരണം. ഇഞ്ചി വെളുത്തുള്ളി മുളകല്ല അരിഞ്ഞു. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഒരു കൂടിനകത്തേക്ക് ഇടുകയാണ്. ഉള്ളി എല്ലാം ഇട്ടിട്ട് നല്ലപോലെ ചതച്ചെടുക്കാനുള്ള എളുപ്പത്തിനാണ്. ഇത് ഒത്തിരി എളുപ്പമാണ്. ലിയോ ഇങ്ങനെ കൊച്ചു പിള്ളേരുടെ കൂട്ട് ഉള്ള കുസൃതികളെല്ലാം അവൻ്റെ കയ്യിലുണ്ട്. വേറെ എവിടെയോ ഇരുന്നതാണ്. വീഡിയോയുടെ ലൈറ്റൊക്കെ ഇട്ട് വെച്ചപ്പോൾ ഓടി പറന്ന് ഇവിടെ വന്നു കഴിഞ്ഞു. ലിയോക്കട്ടൻ പ്രൈസലോട് പറ. ഇനി നമുക്കിത് കുറച്ചിങ്ങനെ പരത്തി അങ്ങിട്ട് കൊടുത്തിട്ട് ഒരറ്റം തുടങ്ങി ഇങ്ങനെ ചതച്ചാൽ മതി. അപ്പോൾ
അപ്പം ഇങ്ങനെ ഓരോ അറ്റത്തേക്ക് കുറേശ്ശെ ഇട്ടിട്ട് ഇങ്ങനെ ചതച്ചെടുത്താൽ മതി. പക്ഷെ ചോപ്പറിലിട്ട് ഒക്കെ ചതയ്ക്കുന്നത് അത്രയും നന്നായിരിക്കുകയില്ല, എനിക്കത് ഇഷ്ടമല്ല. നമ്മൾ ചതയ്ക്കേണ്ടത് കല്ലിൽ വെച്ച് ചതയ്ക്കേണ്ട അങ്ങനെ തന്നെ ചതച്ചിട്ട് നമ്മൾ വഴറ്റാനിടുന്നതാണ് നല്ലത്. ചോപ്പറിലിടുമ്പോൾ അത്രയും ഭംഗിയായിട്ട് വരില്ല. അപ്പോൾ ഈ ചതച്ചിടുന്നതിന് ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ട് അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനൊരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ ഒന്ന് വഴലാൻ മാത്രമുള്ള എണ്ണ മതി. ഞാൻ ബിരിയാണിക്ക് സാധാരണ ഒരുപാട് എണ്ണയോ നെയ്യോ ഒന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ഇത് വലിയ ഏലക്കയാണ്, കറുത്ത ഇലയിച്ചി. അപ്പോൾ അത് അങ്ങനെയുള്ള സ്പൈസസ്, ഇതൊരു തക്കോല, ഒരു പൂ തക്കോല എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാവട്ടെ. ഇതെല്ലാം മസാലകളെല്ലാം മൂത്തു. ഇതാണ് ഞാൻ ചതച്ച് വെച്ചിരിക്കുന്നത്. ചോപ്പറിൽ ഇടുന്ന പോലെയാണെന്ന് നോക്കി. അപ്പം ഇങ്ങനെ ചതച്ചെടുക്കുന്നതാണ് നല്ലത്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ആ ഉള്ളിയുടെ ഒക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ എപ്പോഴും ഇച്ചിരി കണ്ടിടുള്ളൂ. ഇത് ഇത്ര ഉള്ളിക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ഇടാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്തിന് തക്കാളി, മല്ലിയില, പുതിനയില ഇതെല്ലാം ഒന്ന് അരിയട്ടെ. അതിനകത്തേക്ക് ഞാൻ ഈ മല്ലിയില, പുതിനയിലയും കൂടെ അരിഞ്ഞതും കൂടെ ചേർക്കും. അത് നന്നായിട്ട് വഴന്ന് വരാൻ. കാരണം മല്ലിയിലയുടെ രുചിയുണ്ട് ഇവിടെ മോള് കഴിക്കില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ നന്നായിട്ട് അങ്ങ് വഴന്ന് പോന്നാൽ കുഴപ്പമില്ല. അപ്പോൾ അത് നന്നായിട്ട് വഴന്ന് വരട്ടെ. ഞാൻ ആദ്യം ഇട്ട ഉള്ളി ഇവിടുത്തെ റെഡ് അണിയനായിരുന്നു. അതിങ്ങനെ കളറില്ലാണ്ട് പോകണം, കറുത്ത പോവും. അപ്പം പിന്നെ ഞാൻ അതെല്ലാം മാറ്റിയിട്ട് രണ്ടാമത് ഇവിടുത്തെ യെല്ലോ അണിയനൊക്കെ ചതച്ച് ഇട്ടുണ്ടാക്കിയതാണ്. അല്ലെങ്കിൽ പിന്നെ എൻ്റെ ബിരിയാണിയുടെ റെസിപ്പി തന്നെ എന്ന് പറഞ്ഞവർ ഓർക്കില്ലേ, ഞാൻ ഈ ഉണ്ടാക്കിയതുപോലെ അല്ലെന്ന് ആയാൽ പറ്റില്ല. അപ്പോൾ ഇവിടെയുള്ളവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. റെഡ് അണിയൻ കൊള്ളില്ല ഇങ്ങനെയുള്ള വഴറ്റണീനൊക്കെ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ യെല്ലോ അണിയൻ തന്നെയാണ്. നാട്ടിലെ ഉള്ളിയാണെങ്കിൽ സവാളയാണെങ്കിൽ നല്ലതാണ്, ഇത് വറക്കാനും എല്ലാത്തിനും നല്ലതാണ്. ഇവിടെ അങ്ങനത്തെ ആ ടൈപ്പ് സവാള ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇവിടുത്തെ യെല്ലോ അണിയൻ എടുക്കാം. അപ്പോൾ ഇത് ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അല്പം കായപ്പൊടി ഇടാം. അല്പം കായപ്പൊടി ഇട്ട് ഒരു അല്പം ഇത് പെരിഞ്ചീരകം പൊടിച്ചതാണ്, അതൊരു 1.5 ടീസ്പൂണോളം പെരിഞ്ചീരകപ്പൊടി അതും ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇച്ചിരി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ജിഞ്ചർ ഗാർലിക് നമ്മൾ മീറ്റിലൊക്കെ തിരുമിയതാണ്, എന്നാലും പിന്നെ വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ചതയ്ക്കാൻ. എന്നാലും ഇങ്ങനെ ഹീപ്ഡായിട്ടുള്ള 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിനകത്തേക്ക് ഇട്ടു. അപ്പോൾ അതും ഒന്ന് വഴന്നിട്ട് നമുക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ ഇതുപോലെ തിന്നായിട്ട് അരിഞ്ഞതുപോലെ ക്യൂബായിട്ട് തിന്നായിട്ട് അരിയണം, ഒത്തിരി വലുതായിട്ട് അരിയരുത്. അപ്പോൾ ഇനി ഈ ടൊമാറ്റോ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് അത് നല്ലപോലെ ഒന്ന് വഴന്ന എണ്ണ തെളിഞ്ഞ് വരണം. തീ കൂട്ടി അങ്ങിടാം. അപ്പോൾ ഇത് വഴന്ന് വന്ന നേരത്തിന് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് സെപ്പറേറ്റ് ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ബീഫ് വേറൊരു പാത്രത്തിനകത്ത് നമുക്ക് അങ്ങനെ ഇങ്ങനെ വേവിക്കാം. അത് വെള്ളമൊന്നും ഒഴിക്കണ്ട, കാരണം അതിനകത്തേക്ക് വെള്ളം ഇത് ചെറിയൊരു മീഡിയം ഫ്ലെയിമിൽ ഇരിക്കുമ്പോൾ വെള്ളം നന്നായിട്ട് വരും. അപ്പോൾ അത് വേകാനായിട്ട് വയ്ക്കാം. കുക്കറിൽ വേവുന്നതിൽ നല്ലത് ചെറുതീയിലിരുന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിരുന്ന് കഴിയുമ്പോൾ അത് വെള്ളം നല്ലതായിട്ട് വരും. അങ്ങനെ അങ്ങ് വേവിച്ചെടുക്കാം. ബീഫ് വേകുന്ന സമയത്തിന് ഞാൻ അരി വേവിക്കാമെന്ന് വിചാരിച്ചു. അരി ഒന്നുകിൽ ഞാൻ ഇവിടെ 2 രീതിയിലും ഉണ്ടാക്കും. കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ അത് വലിയ
പാത്രത്തിനകത്ത് വെന്ത് കോരുക ചെയ്യാറുള്ളത്. ഇതിപ്പോൾ കുറച്ച് ഉണ്ടാക്കുന്നത് ഉള്ളത് കൊണ്ട് ഒരു 1/2 കിലോ അരിയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഞാൻ കുക്കറിൽ ഒറ്റ വിസിൽ കേൾക്കും. അതിന് ചെയ്ത് വെള്ളത്തിനകത്തേക്ക് ഒരു 5-8 ഏലക്ക ഇടുന്നു. ആ കൂടെ ഒരു 3 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്. ഇതൊക്കെ ഞാൻ ഫ്രീസ് ചെയ്തിങ്ങനെ വെച്ചേക്കണതാണ് ഐസ് ക്യൂബിനകത്ത്. ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം. ഞാൻ എത്ര 1/2 കിലോ ആണെങ്കിലും എനിക്കൊരു അളവ് ഗ്ലാസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഇങ്ങനെ പറ്റിക്കുവാണെങ്കിൽ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം, ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം വേണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ആ വെള്ളത്തിൽ കൂടാനുള്ള ഉപ്പ് ഇട്ടണം. അത്ര ഇട്ട് കഴിഞ്ഞ് വെള്ളം തിളയ്ക്കുമ്പോൾ ഒന്ന് ഇളക്കി നോക്കാം. ഇളക്കി നോക്കിയിട്ട് ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കി. ഉപ്പൊക്കെ പാകമാണ്. ഇത് ഞാൻ 1/2 കിലോ. ഇത് ഞാനിവിടെ എടുക്കുന്നത് പാർബോയിൽഡ് ബസ്മതി റൈസാണ്. ഞാനിതാണ് എപ്പോഴും എല്ലാത്തിനും എടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തി വാരി വെച്ചതാണ്. കുറച്ച് സമയമായി ഇട്ടിട്ട്. അല്ലാതെ ഉണ്ടാക്കാറുണ്ട്. ഇതിപ്പോൾ നേരത്തെ ആയതുകൊണ്ട് ഞാൻ അരി നേരത്തെ ഒന്നും ഇട്ട് വെച്ചതാണ്. അപ്പോൾ ഇത് ഇട്ട് ഒരു വിസിൽ വരുമ്പോൾ അപ്പോൾ തന്നെ അത് ഓഫ് ചെയ്തിട്ട് വെച്ചാൽ മതി. അപ്പോൾ പാകത്തിന് വെന്തിരിക്കും, വെന്ത് പോവില്ല. കുറച്ച് അരി ഉള്ളപ്പോൾ ഞാനിങ്ങനെ കുക്കറിലാണ് ചെയ്യാറുള്ളത്. വിസിൽ വന്ന് ഞാൻ ഓഫ് ചെയ്തിട്ടു കേട്ടോ. ഇനി നമുക്ക് പ്രഷർ അങ്ങ് മുഴുവൻ പോകാൻ നിൽക്കണ്ട. കുറച്ച് പ്രഷർ അങ്ങ് പോയി കഴിഞ്ഞ് തീരാറാകുമ്പോഴത്തേക്കും തുറക്കാം. അപ്പോൾ അതിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആത്മീയ ഭക്ഷണമായ ഇന്നത്തെ ദൈവവചനം എന്തെന്നും കൂടി ഒന്ന് ചിന്തിക്കാം. മത്തായിയുടെ സുവിശേഷം 22:14 പ്രകാരം പറയുന്നു, വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. ഇന്ന് അനേകർ സുവിശേഷം പറയുന്നുണ്ടെങ്കിലും പലരും അത് തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. അതിനെ കാര്യമായിട്ട് എടുക്കുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും നമ്മൾ മനസ്സിലാക്കിയിട്ട് കർത്താവിലേക്ക് തിരിഞ്ഞ് നിത്യജീവൻ പ്രാപിപ്പാൻ അങ്ങനെയുള്ളവരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചോറിൻ്റെയും ബീഫിൻ്റെയും ഒക്കെ വിസിൽ പോയിട്ടുണ്ട്. അപ്പം നമുക്ക് തുറന്നു നോക്കാം. ഞാനിത് മുഴുവൻ പ്രഷർ പോകാൻ നിന്നില്ല. അതിന് കുറച്ച് ഞാൻ പ്രഷർ എടുത്ത് കളഞ്ഞു. അല്ലെങ്കിൽ ഒത്തിരി വെന്ത് പോയാലോ എന്ന് ഓർത്ത് ഞാൻ പിന്നെ ഒരു കാര്യം മറന്നുപോയി. ഇത്തിരി എണ്ണ അതിനകത്ത് ഒഴിക്കണമായിരുന്നു, ആ വെള്ളത്തിലേക്ക്. അത് മറന്നു. അപ്പോൾ അത് പൊട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ കേട്ടോ. അത് ഇപ്പം അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം ബീഫൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അതൊക്കെ പതിയെ പറ്റി. കുറച്ച് സമയമായി. ഞാൻ കുക്കർ അടച്ചു വയ്ക്കാതെ തന്നെ വേവിക്കുന്നത്. അപ്പോൾ അതിന് പെട്ടെന്ന് വേവണേലും നല്ലത് പതിയെ നമുക്ക് സമയം ഉണ്ടായിരുന്നു. കാരണം അങ്ങനെ വേവിച്ചു. അപ്പോൾ ഇനി നമുക്ക് അപ്പോൾ അരപ്പ് ഞാൻ പിന്നെ ഉള്ളിയൊക്കെ ഓഫ് ചെയ്തിട്ട് വഴന്ന് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ഓൺ ചെയ്തതാണ്. അപ്പോൾ ഉള്ളിയൊക്കെ ഇപ്പം എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, തക്കാളിയുടെയൊക്കെ. ഇനി നമുക്കതിലേക്ക് ഈ വെന്ത ബീഫ് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ തക്കാളി ഉള്ളി മസാല കിടന്ന് കുറച്ച് സമയം കൂടെ ഇതിനകത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒന്നോടെ വേവിക്കാം. അപ്പം എല്ലാം മസാലയെല്ലാം മീറ്റിനകത്തേക്ക് പിടിച്ചോളും. ഇതിലേക്ക് ഒരല്പം തിളച്ച വെള്ളം, കാരണം ഇത്തിരി സമയം ഇതിൻ്റെ ഇങ്ങോട്ട് ഇരിക്കാനുണ്ട്, വെള്ളം പറ്റി പോകണ്ടല്ലോ. അപ്പോൾ ഒരല്പം തിളച്ച വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ കുറച്ച് സമയം വെച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇത് അങ്ങ് അടച്ച് വയ്ക്കാം കുറച്ച് സമയം. അപ്പോൾ നമ്മൾ അടച്ച് വെച്ചിട്ടൊരു 10 മിനിറ്റായി. ഇനി നമ്മൾ വാങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത് കസൂർ മേത്തി ഞാനിവിടെ ചൂടാക്കി വെച്ചിരിക്കുന്നതാണ്. ഒരു ടേബിൾ സ്പൂണോളം കസൂർ മേത്തി ഇതിൻ്റെ കൂടെ പൊടിച്ചങ്ങിടണം. അതുമിട്ട് ഇളക്കി ഇനി നമുക്ക് ഇത് വാങ്ങാം. കൂടുതലായിട്ട് ഇങ്ങനെ നെയ്യ് ഇതിൻ്റെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടെങ്കിൽ അത് പതിയെ മേലിൽ നിന്ന് ആ നെയ്യ് എങ്ങനെ അങ്ങ് ഒപ്പിയെടുത്ത് മാറ്റി കളഞ്ഞാൽ മതി. ഒരുപാട് നെയ്യ് വേണ്ടല്ലോ. പിന്നെ കുറച്ച് അതിനകത്ത് ഇരിക്കണം മാത്രം. ഇതിപ്പോൾ നമ്മൾ ലെയർ ചെയ്യാൻ നേരത്ത് കുറച്ച് ഇതെടുത്ത് മാറ്റിക്കളയാം, അല്ലെങ്കിൽ ചോറിനകത്തൊക്കെ നിറച്ചിങ്ങനെ എണ്ണ പോലെ വരും. അപ്പോൾ ഇനി നമുക്കിത് മാറ്റിയിട്ട് ഇനി ലെയർ ചെയ്യാൻ നോക്കാം.
ഇപ്പം നമുക്ക് ചോറ് ലെയർ ചെയ്യാം. അപ്പം ഞാനിവിടെ കുറച്ച് സവാള നന്നായിട്ട് ബ്രൗൺ കളറിൽ വറുത്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ വറുത്തു. നട്ട്സ് വറുത്ത് വെച്ചു, കിസ്മിസ് വറുത്ത് വെച്ചു. പിന്നെ കുറച്ച് സവാള, ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അധികം അങ്ങ് വറക്കൂല, ഇത്രയും രീതിയിലേ വറക്കൂ, ഇത് വഴറ്റിയെടുക്കും നന്നായിട്ട്. അപ്പം അത് ഞാൻ നേരത്തെ ചെയ്തു വെച്ചതാണ് നമ്മുടെ പണി എളുപ്പത്തിന്. അപ്പം ഇനി നമുക്കിത് ലെയർ ചെയ്യാം. ഞാൻ ഒരല്പം പാലിൽ ഒരല്പം മഞ്ഞ കളർ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് പൈനാപ്പിൾ എസൻസാണ് ഇത്, ഒരു 5-6 തുള്ളി പൈനാപ്പിൾ എസൻസും ചേർത്ത് നമുക്ക് ലെയർ ചെയ്യുമ്പോൾ ഇടാനുള്ളതാണ്. അതുപോലെ ലെയർ ചെയ്യുമ്പോൾ ഞാനിവിടെ ഇടുന്നത് ഈ ഷാൻ്റെ മട്ടൻ ബിരിയാണി മസാലയാണ് ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടെ ഇപ്പോഴും ഇതിന് ഉപയോഗിക്കുന്നത്. പിന്നെ ഗരം മസാല ഞാനിവിടെ തന്നെ പൊടിച്ചതാണ്. അപ്പോൾ നമുക്ക് ലെയർ ചെയ്യാം. അപ്പോൾ ഞാൻ ആ പാത്രം തന്നെ എടുത്തേക്കണേ. അപ്പോൾ അതിൻ്റെ അടിയിലേക്ക് കുറച്ച് ഗ്രേവി ഇട്ട് കൊടുക്കാം. ഗ്രേവി ഇട്ടിട്ട് അതിൻ്റെ പുറത്തേക്ക് ചോറിട്ട് കൊടുക്കാം. പിന്നെ ഈ പാർബോയിൽഡ് റൈസ് ഇടുമ്പോൾ പരിചയമില്ലാത്തവർക്ക് കൂടുതൽ വെള്ളത്തിൽ തിളപ്പിച്ച് കോരി എടുക്കുമായിരിക്കും അതിൻ്റെ പാകം നോക്കാൻ നല്ലത്. ഞാൻ ചിലപ്പോൾ ഇതിൽ വെള്ളത്തിൽ വെന്ത് കോരി എടുക്കും പാകത്തിന്. അതല്ലെങ്കിൽ കുക്കറിൽ കുറച്ചൊക്കെ ഉള്ളെങ്കിൽ കുക്കറിനകത്തേക്ക് അങ്ങ് ഇടുക. എനിക്ക് അതിൻ്റെ സമയം അറിയാം, അത് കാരണം ഞാൻ ചിലപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു ലെയർ ചോറ് നടത്തിയിട്ട് നമുക്ക് ഈ കളറ് എസൻസ് അതിലൊന്ന് സ്പ്രിങ്കിൾ ചെയ്യുക. ഇപ്പോൾ ഒരു പൈനാപ്പിളിൻ്റെ കഷ്ണം ഇഷ്ടമുള്ളവർക്ക് അതും വേണമെങ്കിൽ ഇട്ട് ഇടയ്ക്കോടെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വേണമെങ്കിൽ ഇടാം. ഇവിടെ പിന്നെ പിള്ളേരൊക്കെ അങ്ങനെ കഴിക്കില്ലാത്തത് കൊണ്ട്. ഇനി ഗരം മസാല, അതോടൊപ്പം തന്നെ ഷാൻ്റെ മസാല, അതിനകത്തെല്ലാം ഏലക്ക അങ്ങനെയെല്ലാം ഉണ്ട് അതിൻ്റെ ഈ ഷാൻ മസാലയ്ക്കകത്ത്. ഇനി നമുക്ക് ഇതെല്ലാം ഇട്ട് കഴിയുമ്പോൾ കുറച്ച് ഈ ഞാൻ ഉള്ളി നന്നായിട്ട് വറുത്തത് ഇതിനകത്തേക്ക് ഇടില്ല, എന്നാൽ ആ രുചി എനിക്ക് അത്ര ഇഷ്ടമായിട്ട് തോന്നിയിട്ടില്ല. ഇത് വഴറ്റിയത് ഇടുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പിന്നെ നട്ട്സും കിസ്മിസും ഇടയ്ക്ക് ഇടേണ്ടവർക്ക് അങ്ങനെ ഇടാം. അതും എനിക്ക് നട്ട്സ് ഇടയ്ക്കോടെ ഇടുമ്പോൾ പിന്നെ നമ്മളത് ബേക്ക് ചെയ്യുമ്പോൾ തമ്മിലൊക്കെ വെച്ച് കഴിയുമ്പോൾ അതിന് കുതിർന്ന് വരും. അപ്പോൾ അത് ഞാൻ ഇടാറില്ല. അങ്ങനെ ഏറ്റവും നമ്മൾ സെർവ് ചെയ്യാൻ നേരത്ത് ഇത് മല്ലിയിലയും പുതിനയിലയും അതും കുറച്ചിങ്ങനെ ഇടാം. ഇട്ടിട്ട് ഇനി മീറ്റ് ഇതിപ്പോൾ ഇങ്ങനെ വേവിച്ച് വെച്ചാൽ നമ്മുടെ ആവശ്യത്തിന് കുറേശ്ശെ എടുത്ത് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഒന്നുകിൽ ഓവനകത്ത് വയ്ക്കുമോ അല്ലെങ്കിൽ സ്റ്റൗവിൽ വയ്ക്കുമോ, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒന്നും മിക്സ് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചാൽ എന്താ. പിന്നെ ഈ ബ്രിസ്ക്കറ്റ് മേടിക്കുമ്പോൾ വലിയൊരു പീസായതുകൊണ്ട് ഞാൻ സാധാരണ അത് അപ്പം തന്നെ കട്ട് ചെയ്ത് ഒന്നുകിൽ മാരിനേറ്റ് ചെയ്തൊക്കെ അങ്ങ് വെക്കുകയാണ്. അതല്ലെങ്കിൽ ഒന്ന് പയ്യെ വേവിച്ചിട്ട് ഇത് വേവിച്ചിട്ട് വെച്ചാൽ അതിൻ്റെ രുചി പോകാതിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ആവശ്യത്തിന് 2-3 സിപ്ലോക്കിനകത്താക്കി അങ്ങ് വെച്ചാൽ മതി. പിന്നെ നമ്മുടെ ആവശ്യത്തിന് അന്നേരം എടുത്തുണ്ടാക്കിയാൽ മതി. ഇനി അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ തന്നെ ചോറിട്ട് വീണ്ടും ലെയർ ചെയ്ത് അങ്ങനെ ഇട്ടാൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട പോലെ തന്നെ ലെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ എല്ലാം ലെയർ ചെയ്ത് കഴിഞ്ഞ ഏറ്റവും മുകളിൽ ഇതുപോലെ എല്ലാം ഗരം മസാലയും ഷാൻ്റെ മസാലയും ഉള്ളി വഴറ്റിയതും ഇച്ചിരി മല്ലിയില പുതിനയില അതും ഇട്ടിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ അടച്ച് ഒന്നുകിൽ ബേക്ക് ചെയ്യുമോ അല്ലെങ്കിൽ ദമ്മിൽ വയ്ക്കുമോ എങ്ങനെയാണ് ചെയ്യാൻ. പിന്നെ ഇപ്പോൾ ഞാൻ ദമ്മിൽ വയ്ക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഓവനകത്തേക്ക് ഇങ്ങനെ തന്നെ നല്ല അതുപോലെ വെക്കണ പാത്രമാണെങ്കിൽ
ദമ്മിലാണേലും ഇങ്ങനെ സീൽ ചെയ്യണമെങ്കിൽ അങ്ങനെ സീൽ ചെയ്യുക. ഇതിപ്പോൾ ഫിറ്റായിട്ട് ഇരിക്കുന്ന കാരണം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ ഇനി നമുക്കിത് ആ ദമ്മിലേക്ക് വെക്കാം. ഇപ്പോൾ ഇവിടെ ഒരു അയണിൻ്റെ തവ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വെച്ച് നമുക്ക് ദമ്മിൽ വെക്കട്ടെ. ഒരു 35-40 മിനിറ്റ് ഇരുന്നാൽ മതി. അപ്പം നല്ലപോലെ ചൂടായിട്ട് ആവി കയറി വരും. ഇപ്പോൾ നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഞങ്ങളുടെ ലഞ്ചിൻ്റെ ടൈമാണ്. ചൂട് ചൂട് ഹോട്ട് ലിയോ ഹോട്ട്. ലിയോ ലിയോടെ കുടഞ്ഞ് അടിക്കണം. ലിയോയിലേക്ക് നമുക്ക് നട്ട്സും കിസ്മിസും ഒക്കെ ഇട്ട് കൊടുക്കാം. കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതലിടാം. ഇതൊക്കെ ഇട്ട് ഉള്ളി വറുത്തത് അത് ഇതിൻ്റെ മുകളിലിട്ട്, പിന്നെ മല്ലിയില പുതിനയില ഇടണമെങ്കിൽ ഇടാം. ഞാനിവിടെ ഇവർക്കത് വേണ്ട മുകളിൽ. അപ്പോൾ നമ്മുടെ ബ്രിസ്ക്കറ്റ് ബിരിയാണി റെഡി. അപ്പം ഇനി ബ്രിസ്ക്കറ്റ് കൊണ്ട് ബിരിയാണി ഉണ്ടാക്കാത്തൊരു ഇതുപോലെ ബിരിയാണി ഉണ്ടാക്കുക. ഊണെല്ലാം കഴിഞ്ഞിട്ട് നല്ലൊരു ബിരിയാണിയും കൂടെ കഴിക്കുക. അപ്പം ഇനി വീണ്ടും നമ്മൾ കണ്ടുമുട്ടുമ്പോഴേയും കർത്താവിൻ്റെ വിസ്താരമേറിയ ചിറകിനടിയിൽ നമ്മെ എവരെയും കാത്ത് സൂക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി.